അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരെ പറഞ്ഞേക്കാം. ഇവൾക്ക് ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. സംശയമുണ്ടോ? കണ്ടോ, അക്രൂട്ട് വാങ്ങാൻ പോയാനാ ഇപ്പൊ മരത്തിന് മുത്തം കൊടുക്കുന്നു. എടാ കഴുതേ, അവൻ മരത്തിൽ പോയി ഇടിച്ചു നിൽക്കുക. ബണ്ണി, നീ മുകളിൽ കയറിയവനെ പിടിക്കേ. താഴെ ഇറങ്ങിയാണെങ്കിലേ ഞങ്ങൾ അവനെ പിടിച്ചോളാം. ഗുഡ് ഐഡിയ ബ്രോ. അവിടെ നിൽക്ക. വേഗം പിടിക്കേ. ഇത് ചെറിയൊരു ശിഖരമാണ്, മുറിഞ്ഞു പോകും. വേഗം മുറിയട്ടെ, അപ്പോഴല്ലേ അവൻ താഴേക്ക് വീഴുള്ളൂ. താഴെ വീണ ഉടനെ ഞങ്ങള് പിടിച്ചോളാം. കഴുതേ, ഇത് മുറിഞ്ഞാലുണ്ടല്ലോ ഞാൻ താഴേക്ക് വീഴില്ലേ? ഓ അത് ശരിയാ, ഞാനതൊട്ട് ആലോചിച്ചതേ ഇല്ല. എടാ, ബുദ്ധിയുള്ളവനെ കൊണ്ട് ആലോചിക്കാനും കഴിയുള്ളൂ. നിന്നെ ഇനി ഞാൻ വിടില്ലടാ. ആ, ഇവൻ എന്തായാലും ഞാൻ പണി കൊടുത്തോളാം. ജോസിന്റെ ചേട്ടന്റെ പേര് ജേക്കപ്പാ. എന്റെ ഇന്നത്തെ ദിവസം പോക്കാപ്പാ. കൈയടിക്കേ. എന്ത് പറ്റി കന്ന സാർ? ചവറിട്ട് കുളത്തിലെ വെള്ളം മുഴുവൻ പാഴാക്കി മാനേജർ എന്നെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കി. കൈയടിക്കേ. കൈയടിക്കുന്ന നിർത്ത്. അയാൾ എന്നെ ട്രാൻസ്ഫർ ആക്കിയത് ഒരു വല്ലാത്ത കുഗ്രാമത്തിലോട്ടാണ്. എന്താ എന്റെ പെർഫോമൻസ് കൊള്ളില്ല എന്നാ പറയുന്നേ. ഈ മാസം ഞാൻ 40 അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതാണ്, പക്ഷെ നടന്നില്ല. ഓ, അപ്പൊ അങ്ങ് ഗ്രാമത്തിലേക്ക് പോയിട്ട് വരുമല്ലേ? സർക്കാർ ജോലി ചെയ്താൽ വയസ്സാകുമ്പോൾ നമുക്ക് പെൻഷൻ തരും. നിങ്ങളെല്ലാം വിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടി വരും. കൈയടിക്കേ. എടാ, കന്ന സാർ വലിയ വിഷമത്തിലാണ്. നമ്മൾ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ സഹായിക്കണം. കന്നാ സാറിനൊപ്പം കിട്ടി ഇവിടുന്ന് ട്രാൻസ്ഫർ ആവും അല്ലേ കൊച്ചളിയ? അതേടാ, ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. വാടാ ഹണി, കന്നാ സാറിന്റെ മാനേജറിനെ ഒരു പാഠം പഠിപ്പിക്കാം. എങ്ങനെയും ഈ ട്രാൻസ്ഫർ തടയണം. നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. എനിക്കിവിടെ തീരെ സുഖമില്ലാതിരിക്കുകയാണ്. സത്യാണോ? പിന്നെന്താ കള്ള, നീ ഇല്ലാത്തതുകൊണ്ട് ജീവിതം ഇപ്പോ ഹൈ ടെമ്പറേച്ചറിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ശരീരം സൂക്ഷിക്കണം. നിങ്ങളെ ഓർത്ത എനിക്ക് വിഷമാ. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ, എന്നെ ഒന്ന് സ്നേഹത്തോടെ വിളിക്കൂ ചേട്ടാ. പൂച്ചേ, ആ, ഞാൻ പൂച്ചയാണെങ്കിൽ നീ തേവാങ്കാണ്. ഞാൻ ഇനി വീട്ടിലേക്കേ വരില്ല. ആ പൂച്ച, അതും 2 പൂച്ച. സാർ, ഞങ്ങൾ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. കേശവൻകുട്ടി, നീ എവിടെയാ? എടാ എടാ, ഒന്ന് വേഗം വാടാ. ജോലിക്കാരൻ എന്തിനാ വിളിക്കുന്നേ? ഞങ്ങള് കാണാൻ വന്നത് അവനെ അല്ല, ഞങ്ങള് കാണാൻ വന്നത് നിങ്ങളെ. ഓടിക്കോ. കേശവൻകുട്ടി, ഒന്ന് വേഗം വാടാ. കേശവൻകുട്ടി, നീ എവിടെയാ? കേശവൻകുട്ടി, രക്ഷിക്കടാ. അത് ശരി, ഇവന്റെ പേരാണോ കേശവൻകുട്ടി? കടിക്കേ. ഹണി, വിട്ടോടാ. എന്റെ അമ്മച്ചി. ഓടിക്കോ. കലക്കിയടാ കേശവൻകുട്ടി, കലക്കി. അല്ല, മാനേജറിനെ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടത് ഡോഗിനെ. ഡോഗി ബാങ്കിൽ മാനേജറായി ജോലി ചെയ്യുന്നോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏതെങ്കിലും നല്ല ബാങ്കിൽ എങ്ങനെയെങ്കിലും ജോലിക്കൊന്ന് കയറണം. അല്ലടാ, മാനേജറിന്റെ വീട്ടിലെ ഡോഗ് ഉണ്ടായിരുന്നു, ഡോബർമാൻ. സോർദാറെ, നീ വേണമെങ്കിൽ പോയി സംസാരിച്ചു നോക്ക്.
അത് ഡോബർ മാൻ അല്ലേ? ഞാൻ കോമൺ മാൻ ആണ്. ഞാൻ എന്താ അയാളോട് സംസാരിക്കുക? അങ്ങനെയാണെങ്കിൽ കന്നാ സാറ് നമ്മളെല്ലാരും വിട്ടിട്ട് ഇവിടുന്ന് പോവല്ലേ? ഇല്ലടാ, കന്നാ സാർ പോയാ കിറ്റി ഇവിടുന്ന് പോവോടാ. എന്റെ കൂട്ടുകാരെ, കന്നാ സാറിന് എന്തായാലും അക്കൗണ്ട് മാത്രം ഓപ്പൺ ചെയ്താൽ മതിയല്ലോ. ആ അക്കൗണ്ട് തുറക്കാനായിട്ട് നമുക്ക് സഹായിക്കാം. സംശയമുണ്ടോ? ആ, ഇത് നല്ല ഐഡിയ തന്നെയാ. ചേട്ടായി ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അത് പിന്നെ അങ്ങയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാ. തുറക്കൂ. ആ ഐഡിയ എന്തായാലും കൊള്ളാം. ഫാമിംഗ് എടുക്ക. എടാ, ബാങ്കിൽ ഇട്ട് വെക്കാനായിട്ടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലല്ലോ. നമുക്ക് അയാളോട് തന്നെ ചോദിക്കാം. നിങ്ങൾ ബിസിയാണെന്ന് എനിക്കറിയാം. എന്നാൽ പറക്കുന്നിടയ്ക്ക് ഈ ഫോമിൽ ഒന്ന് സൈൻ ചെയ്തേര്. അടിച്ചു പൊളിച്ചു തിമിർത്തു. കയ്യിൽ എത്ര കാശുണ്ടോ അതിങ്ങ് തന്നേക്ക്. വെടിയൊന്നും വെച്ച് കളയരുതേ. ഞാൻ തരാം. ഇന്നാ എന്റെ അങ്കിളെ, ഇത് ഞാൻ പണിയാ. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇതുപോലെ ആരെങ്കിലും വന്ന് നിങ്ങളെ കൊള്ളയടിക്കാം. അതുകൊണ്ട് പൈസ ബാങ്കിലിട്ട് വെക്കേ, സുരക്ഷിതമായിരിക്കും. വേഗം അക്കൗണ്ട് തുറക്ക്. താങ്ക് യു അങ്കിൾ. രക്ഷിക്കണേ, ഓടി രക്ഷപ്പെടാ, ഓടി രക്ഷപ്പെടാ. അയാളെ പിന്തുടര് വേഗം. സിഗ്നൽ. ഇനി എന്തായാലും അക്കൗണ്ട് തുറക്കുമല്ലേ? ഹണി, എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതിന് ക്ലോസ് ചെയ്തിട്ട് കന്നാ സാറിന്റെ ബാങ്കിൽ അക്കൗണ്ട് തുറക്ക്. ആ ബാങ്കിൽ തന്നെ എന്റെ അക്കൗണ്ട്. എങ്കിൽ ഒരെണ്ണം കൂടെ തുറക്ക്. ഓ ബല്ല ബല്ലേ, ഓഹോ ഷാബ ഷാബ. മധുര എടുത്തോളൂ കട്ടർ മാഡം. ഓഹോ ബല്ല ബല്ലേ, ഓഹോ ഷാബ ഷാബ. ഓഹോ ബല്ല ബല്ലേ. ഓഹോ ബല്ല ബല്ലേ. മധുരം കൊടുക്കാനുള്ള സന്തോഷ വാർത്ത എന്താണ്? ആനവണ്ടി നടു റോട്ടിൽ പഞ്ചറായി. എനിക്ക് തരാതിരുന്ന ട്രാൻസ്ഫർ ക്യാൻസലായി. അടികൈ. ഇതെന്തായാലും സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ്. അതെ, ഒറ്റ ദിവസം കൊണ്ട് 150 അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ബാങ്കിൽ എന്തായാലും ഇതൊരു പുതിയ റെക്കോർഡാ. വൗ, എന്തൊക്കെ പറഞ്ഞാലും അങ്ങ് കലക്കി. മകരമാസത്തിൽ നാട് മുഴുവൻ മഞ്ഞാണ്. അതിനെല്ലാം കാരണം ഈ കുട്ടികളാണ്. കൈയടിക്കേ. ആ, അല്ലെങ്കിൽ കിറ്റി ഇവിടം വിട്ട് പോവല്ലോ. കന്നാ സാർ ഇവിടം വിട്ട് പോകും. ഞങ്ങളുടെ കൂട്ടുകാരെല്ലാരും തന്നെ അക്കൗണ്ട് തുറന്നു. സംശയമുണ്ടോ? നല്ല കാര്യമാണ് കുട്ടികളെ. മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. നിങ്ങളെ കാരണം എന്തായാലും കന്നാ സാറിന് ഈ സിറ്റി വിട്ട് പുറത്തേക്ക് പോകേണ്ട വന്നില്ലല്ലോ. നല്ല സുഹൃത്താരാണെന്ന് കഷ്ടകാലത്തിൽ അറിയാം. ഞാനിപ്പോ നിങ്ങൾക്ക് വേണ്ടി ഒരു കവിത പറയാം.